അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ലൈവ് സ്റ്റോറി നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ലൈവ് സ്റ്റോറിക്ക് എപ്പോഴും കേൾക്കാൻ ആൾക്കാർ കൂടുതലാ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ലൈവ് സ്റ്റോറിയുടെ ഒരു പാർട്ടും കൂടെ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇൻസ്പിറേഷനാണ്, മോട്ടിവേഷനാണ് എന്നൊക്കെ. അൽഹംദുലില്ലാ, ജസാക്കല്ലാഹ് ഖൈർ. അപ്പോൾ ഈ ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒക്കെ പറയുന്ന ഇന്നിലേക്കുള്ള എൻ്റെ ജേണിയിലുള്ള സക്സസ് കുറേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു ഒരു ലിറ്റിൽ ബിറ്റ് ചെറിയൊരു സ്ട്രഗിൾസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പൊ കാണുന്ന എന്നെ വെച്ചിട്ട് മുന്നേ കാണുന്ന എന്നെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്തത്ര വലിയ ഫെയിലിയേഴ്സിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ എൻ്റെ ഫെയിലിയേഴ്സിൽ നിന്ന് ഞാൻ ഇവിടത്തേക്ക് എത്തിപ്പെടാനുള്ള കുറച്ച് കാരണങ്ങളും എന്തൊക്കെയായിരുന്നു എൻ്റെ ഫെയിലിയേഴ്സും കൂടെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ കരിയർ ജേണിയിലാണ് ഞാൻ പറയുന്നത്. പ്ലസ് ടു വരെ ഞാൻ പ്രോപ്പറായിട്ട് സ്കൂളും കോളേജും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പ്ലസ് ടുവിന് ശേഷം എൻ്റെ ലൈഫ്, എൻ്റെ താത്തായുടെ കല്യാണത്തിന് ശേഷം എൻ്റെ ടോട്ടൽ ലൈഫ് ഉൾട്ടായിട്ട് മാറുന്ന ഒരവസ്ഥയായിരുന്നു. ഫാമിലിയിൽ കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഒന്നും ആരുടെയും ഒരു വ്യക്തിനെ അടുത്ത് പറയാൻ പറ്റാത്തൊരു ഇതാണ് കേട്ടോ. സാഹചര്യങ്ങളാണ്, എല്ലാവരുടെയും സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. ഞങ്ങൾക്കൊക്കെ തന്നെ, അതായത് എനിക്ക് കുറെ ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ട്, എൻ്റെ സിസ്റ്റേഴ്സിനുണ്ട്, എൻ്റെ ബ്രദറിനുണ്ട്. അപ്പം ഞങ്ങളുടെയൊക്കെ ചൈൽഡ്ഹുഡ് ട്രോമ ഞങ്ങളെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം നമ്മുടെ ഫാമിലി പ്രോബ്ലംസും കൂടെ സിസ്റ്ററുടെ കല്യാണം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒറ്റപ്പെട്ടൊരവസ്ഥയായിരുന്നു എനിക്ക് എൻ്റെ വീട്ടിലത്തെ ഫീൽ ഉണ്ടായിരുന്നത്. കാരണം എല്ലാവരും ഈ ഒരു പ്രോബ്ലംസിലൂടെ ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ എനിക്ക് വീട്ടിലത്തെ സപ്പോർട്ടിനേക്കാളേറെ ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫ്രണ്ട്സിനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വേറെ ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങി. എൻ്റെ ജോലി, അതായത് പ്ലസ് ടുവിന്റെ മേലേക്ക് ജോലി കിട്ടും എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സാഹചര്യമാണ് അന്നത്തെ സമയത്തുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഡിഗ്രി എടുത്ത് പഠിക്കുമ്പോൾ പലയിടത്തും നിന്നും ക്വസ്റ്റ്യൻ വരാൻ തുടങ്ങി. ഇനിയും 3 കൊല്ലം പഠിക്കാൻ പോവാണോ, കല്യാണം കഴിപ്പിച്ച് അയക്കുന്നില്ലേ, അപ്പൊ അവളുടെ ജോലി വിഷയമല്ലേ, അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പൊ ആളുകളുടെ കണ്ണിൽ പൊടിയിടണം. അതേപോലെ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഉപ്പാടെ വലിയൊരു ആഗ്രഹമാണ് എൻ്റെ ജോബ്. അപ്പൊ എനിക്ക് എൻ്റെ ഉപ്പാനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുകയും വേണം. ഈ 2 ലക്ഷ്യത്തോടെയാണ് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ കൂടെ പാരലൽ ആയിട്ട് ഒരു ചെറിയൊരു സ്കൂളിൽ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു ജോലി സംഘടിപ്പിച്ച് ഞാൻ ആ ഒരു സ്കൂൾ ജോലിയിലോട്ട് പോയത്. അവിടുന്ന് എൻ്റെ സാലറി എന്ന് പറയുന്നത് വെറും 1500 രൂപയായിരുന്നു കേട്ടോ. വെറും 1500 രൂപയാണ് എനിക്ക് ഒരു തുടക്ക സാലറി തന്നത്. ജസ്റ്റ് ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്ന പോലെ തന്നിട്ടുണ്ടായിരുന്നത്. അവിടത്തേക്ക് ഞാൻ പോയി വരാൻ ഒരു മാസത്തേക്ക് എൻ്റെ ബസ് ഫെയർ തന്നെ ഏകദേശം 10-500 രൂപ വരുമായിരുന്നു. ബാക്കിയുള്ള ഒരു 1000 രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷെ അന്നത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ അന്ന് ഈ 1000 രൂപയ്ക്ക് 1 ഗ്രാം സ്വർണം കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജോലിയിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ കൂടെ തന്നെ രാവിലെ എണീറ്റ് സ്കൂളിൽ പോവും, പഠിപ്പിച്ചു കൊടുക്കും, കാര്യങ്ങളൊക്കെ കഴിയും. അത് കഴിഞ്ഞ സമയത്ത് നമ്മൾ വൈകുന്നേരം വീട്ടിലോട്ട് വരും. പിന്നെ ബികോം ആണല്ലോ, അപ്പോൾ പഠിക്കാനായിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ കോളേജിൽ നിന്ന് എപ്പോഴും വാർണിംഗ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ സെക്കൻഡ് ഇയർ, ഫസ്റ്റ് ഇയറിൽ അങ്ങനെ ആയിരുന്നു. എപ്പോഴെപ്പോഴും ലീവ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. സെക്കൻഡ് ഇയറിൽ നമ്മൾ പറഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എക്സാം എഴുതാൻ മാത്രം എന്നെ പ്രതീക്ഷിച്ചാൽ മതി, അസൈൻമെന്റ് പ്രൊജക്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി എന്നൊക്കെ. ഈ CSSന്റെ വർക്കൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ ആണ് കേട്ടോ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്തൊരു രീതിയിലാണ് എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ ഈ 1000 രൂപ 1500 രൂപയും കൊണ്ട് നമുക്ക് പോയിട്ട് ഇതേ ഉള്ളൂ സാലറി എന്ന് പറഞ്ഞാൽ ആരും എന്നെ അക്സെപ്റ്റ് ചെയ്യില്ല. അതായത് ശമ്പളം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1500 രൂപ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ശമ്പളം വേണമായിരുന്നു. അങ്ങനെ ഞാനൊരു 1500 രൂപയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ, സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വിനായക എന്ന് പറഞ്ഞിട്ട് ട്യൂഷൻ സെന്റർ ഉണ്ടായിരുന്നു. അവിടെ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഞാൻ +1 +2 പഠിച്ചിട്ട് ഫെയിൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ട്യൂഷൻ എടുക്കാൻ കൂടെ വൈകുന്നേരത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ റുട്ടീന് അന്നത്തെ സമയത്ത് ഇതാണ്: രാവിലെ എഴുന്നേൽക്കുന്ന, സ്കൂളിൽ പോകുന്ന, വൈകുന്നേരത്ത് വരുന്ന, ട്യൂഷൻ ക്ലാസ്സിൽ ട്യൂഷൻ എടുത്ത് കൊടുക്കുന്ന, എന്നിട്ട് ഞാൻ വീട്ടിലോട്ട് രാത്രി ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിലോട്ട് കയറുക. അപ്പൊ ഈ ഒരു റുട്ടീനിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും എൻ്റെ കുറെ ഫാമിലി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓൾറെഡി. പക്ഷെ സ്റ്റിൽ എനിക്ക് എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യണം, എങ്ങനെയെങ്കിലുമൊക്കെ ഒരു MBA ഒക്കെ കയറി പറ്റണം, എന്നിട്ട് ആ MBA എടുത്തുകൊണ്ട് എനിക്ക് ബാംഗ്ലൂർ, എറണാകുളത്തൊക്കെ പോയിട്ട് സെറ്റിൽ ആവണം. അങ്ങനെയൊക്കെ ഭയങ്കര വലിയ 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 കൊമ്പത്തെ ഡ്രീമൊക്കെ കൊണ്ട് നടക്കുന്ന ഞാനായതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സ്റ്റഡീസിലായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ ഫാമിലി പ്രോബ്ലംസ് എന്നെ ഭയങ്കരമായിട്ട് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് കല്യാണം കഴിക്കാനായിട്ട്. അപ്പോൾ മാരേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഒരു മൊമെന്റ് എത്തിയപ്പോൾ, ഒരു പോയിന്റിൽ ഉമ്മ തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത്, ഇത്രയൊക്കെയും സഹിച്ച് ഇവിടെ നിൽക്കുന്നതിനേക്കാളും നല്ലത് ഉമ്മയുടെ കുട്ടിക്ക് കല്യാണം കഴിച്ച് പോവാണ്, ഇനി നീ കല്യാണം വേണ്ടാന്ന് പറയണ്ട കേട്ടോ. ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോ എനിക്ക് ഏറ്റവും ബെസ്റ്റ് അന്നും ഇന്നും എന്നും അൽഹംദുലില്ലാ പടച്ചോൻ തന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തീർത്തും പറയാൻ പറ്റും കേട്ടോ. എൻ്റെ ബഷി, അൽഹംദുലില്ലാ, അവനെ കല്യാണം കഴിച്ചതാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് റബ്ബ് തന്നിട്ടുള്ള കുറേ അനുഗ്രഹങ്ങളുണ്ട്. ആൻഡ് ഏറ്റവും കുറേ അനുഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഒരു ഗിഫ്റ്റായിട്ട് റബ്ബ് എനിക്ക് തന്നിട്ടുള്ള ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എൻ്റെ ബഷിയാണ്. എൻ്റെ മക്കളെ പോലും ഞാൻ ആ ഫസ്റ്റ് പ്ലേസിലോട്ട് എടുത്തു വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് എൻ്റെ ബഷിയാണ്, അൽഹംദുലില്ലാ. അപ്പം ഞാൻ അവനെ തന്നെ പിക്ക് ചെയ്തു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ
അങ്ങനെ നമ്മളവനെ കല്യാണം കഴിച്ചു. അതിനുശേഷവും എനിക്ക് പിന്നെ ഇപ്പൊ നമ്മള് കല്യാണം കഴിച്ചു എന്ന് വെച്ചിട്ട് എനിക്ക് എന്റെ സ്റ്റഡീസ് സ്റ്റോപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ട്ടോ. അപ്പൊ ഞാനൊരു കമ്പ്യൂട്ടർ കോഴ്സും കൂടെ അതിന്റെ കൂടെ തന്നെ പാരലൽ ആയിട്ട് ചെയ്തു വരുന്നുണ്ട്. കമ്പ്യൂട്ടർ കോഴ്സിന്റെ ഫീസ് എന്റെ ഉപ്പയായിരുന്നു അടച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഉപ്പ കല്യാണം കഴിഞ്ഞ ശേഷം ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് MSc ADMA അതുപോലെ MFA ട്ടോ. അപ്പൊ ഈ 3 കോഴ്സിന്റെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബഷീറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് ശേഷം കല്യാണം കഴിഞ്ഞ ശേഷം നീ പഠിപ്പിക്കണം എന്നുള്ളത്. 500 രൂപ എന്തോണ് അവന്റെ കൂലി ഉണ്ടായിരുന്നു, 500 300 അങ്ങനെ എന്തായിരുന്നു അവന്റെ കൂലി ഉണ്ടായിരുന്നു. ജ്യൂസ് മേക്കർ ആയിരുന്നു. അപ്പോൾ അവൻ എന്നിട്ടും അത് വെച്ചിട്ട് എന്നെ പഠിപ്പിക്കാന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ അവൻ എന്നെ പഠിപ്പിക്കുകയും ചെയ്തിട്ട് എന്റെ കമ്പ്യൂട്ടർ കോഴ്സ് അവൻ കംപ്ലീറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ കോഴ്സും ഈ ഒരു +2 വെച്ചിട്ട് എനിക്ക് എന്തൊക്കെയോ ജോലി കിട്ടും എന്നുള്ള ഒരു ഹോപ്പിലാണ് എല്ലാവരും നിന്നിട്ടുണ്ടായിരുന്നത്. ഒരു കുന്തവും അന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ട്ടോ. അപ്പൊ നമ്മള് വീട്ടിലെത്തി കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീധനം ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറെ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. സ്ത്രീധനം ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 2 ആഴ്ച കൊണ്ട് ചട്ടപ്പട്ടേന്ന് കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഇതിനടുത്ത് ഹസ്ബൻഡിന്റെ വീട്ടിൽ ബഷീറിന്റെ ഫാമിലിയിലാണെങ്കിൽ എല്ലാവരും ഇപ്പൊ 2 മൂത്തശ്ശിമാരാണെങ്കിലും സ്ത്രീധനം കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരാണ്, സ്വർണ്ണമൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരാണ്. അത് വെച്ചിട്ടാണ് അവർ സ്ഥലം വാങ്ങിച്ചിട്ട് വയ്ക്കാനും വാങ്ങിക്കാനും ഒക്കെ അത് ഹെൽപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ സൈഡിൽ നിന്ന് ഹസ്ബൻഡിന് ഒരു സപ്പോർട്ടും എനിക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത് ഭയങ്കര ഒരു വിഷമമായിട്ട് അവിടെ വേറെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവനാണെങ്കിലും ഒരു ഷോപ്പിൽ നിൽക്കണം, ഒരു ജ്യൂസ് മേക്കർ ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പിന്നെ ഓക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം, കാരണം നമുക്കൊരു വീടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വെക്കാനായിട്ട് ഞങ്ങളുടെ അടുത്ത് ഒന്നുമില്ല, എൻ്റെ മെഹറല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു ചിന്ത വന്നപ്പോഴാണ് ഒരു കോറി 3 പേരും പാടെ ഏട്ടന്മാരും പക്ഷിയൊക്കെ പാടായിട്ട് കോറി നമ്മൾ ഒന്ന് പ്ലാൻ ആക്കി. അങ്ങനെ ആ കോറി എടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന മെഹർജൈന് കൊടുത്തു. അതെടുത്തിട്ട് കോറി എടുക്കാൻ നോക്കി. കോറി ഞങ്ങൾ എടുക്കുന്നവരെ ഓക്കെ ആയിരുന്നു. അതെടുത്ത് ഈ മെഹർജൈന് കൊടുത്തപ്പോൾ മുതൽ കോറി പൊട്ടി, നടന്നില്ല. പിന്നെ അത് കഴിഞ്ഞു എനിക്ക് അത്യാവശ്യം കമ്പ്യൂട്ടർ നോളജ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ ടീച്ചർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐഷ എന്നാ പിന്നെ നീ MECT രജിസ്റ്റർ ചെയ്തിട്ട് നിനക്ക് തന്നെ നിന്റെ സ്വന്തം സ്ഥാപനമായിട്ട് കമ്പ്യൂട്ടർ കോഴ്സ് ഒക്കെ കൊടുക്കാലോ, അറ്റ്ലീസ്റ്റ് ഒരു 3 4 സിസ്റ്റം നമുക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചാൽ മതിയാലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂം ഒക്കെ 10-30,000 രൂപ വീണ്ടും കടം വാങ്ങിച്ച് ഉണ്ടായിരുന്ന ബാക്കി കമ്മലൊക്കെ വിറ്റ് പിന്നെ താത്താടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ റോൾ ചെയ്ത് അങ്ങനെ കുറേ പൈസയൊക്കെ റോൾ ചെയ്തിട്ട് നമ്മളൊരു സ്വന്തമായിട്ടൊരു കമ്പ്യൂട്ടർ സെന്റർ തുടങ്ങി. 4 സിസ്റ്റം 3 സിസ്റ്റം എന്തൊക്കെയോ നമ്മൾ ഒപ്പിച്ചു അവിടെ നിന്ന്. എന്നിട്ട് നമ്മുടെ ഈ റൂം എടുക്കുന്ന ആളുടെ അടുത്ത് നമുക്ക് റൂം വേണമല്ലോ, അപ്പൊ ഇനി അഡ്വാൻസും അതേപോലെ ഒരു സിസ്റ്റം കൂടെ വേണം. അപ്പൊ ഈ ഒരു സിസ്റ്റവും ഒരു അഡ്വാൻസും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പൈസ ഞങ്ങളുടെ കയ്യിലില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അപ്പൊ നമ്മൾ ഈ അഡ്വാൻസ് വിട്ടു തരാൻ പറ്റുമോ, അടവ് കറക്റ്റായിട്ട് അടച്ചത്, അതായത് റെന്റ് കറക്റ്റായിട്ട് പേ ചെയ്യാന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഉമ്മാനെയും കൂട്ടിയിട്ട് ഈ ഹൗസ് ഓണറുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ ആളോട് സംസാരിക്കുകയാണ്, നിങ്ങളിങ്ങനെ എനിക്ക് ഈ ഒരു അഡ്വാൻസ് വിട്ടു തരാൻ പറ്റുമോ, നമ്മൾ ഇങ്ങനെ റെന്റ് കറക്റ്റായിട്ട് പേയ്മെന്റ് ചെയ്യുക എന്നൊക്കെ പോയിട്ട് ആളോട് സംസാരിക്കുമ്പോൾ ആൾ അഡ്വാൻസ് വിട്ടു തരാൻ പറ്റൂല, പക്ഷേ നമ്മൾ കുറച്ച് തരാം, എല്ലാവരും 25,000 കൊടുക്കുന്നിടത്ത് എനിക്ക് 10,000 രൂപയ്ക്ക് ആളത് കുറച്ച് തരാമെന്ന് പറഞ്ഞു. അതുപോലെ റെന്റും കുറച്ച് തരാമെന്ന് പറഞ്ഞു. പിന്നെ ആളുടെ വീട്ടിൽ പണ്ടത്തെ ഏതോ ഒരു PC ഇരിക്കുന്നുണ്ട്, അപ്പൊ ആ PC തരാന്ന് പറഞ്ഞു. ഇത് പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് ഞങ്ങൾ ചോദിച്ച സമയത്ത് ആദ്യം ആള് പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ സംസാരിച്ച് എൻ്റെ ഉമ്മ അയാളുടെ അടുത്ത് മുമ്പർത്ത് നിന്ന് കരഞ്ഞു. അത് എന്റെ ലൈഫിൽ എനിക്ക് ഞാൻ ജയിച്ചേ പറ്റൂ എന്ന് എന്നെ കൊണ്ട് തോന്നിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് മൊമെന്റ് അതായിരുന്നു. എനിക്ക് എന്റെ ലൈഫിൽ എന്റെ അച്ചീവ് ചെയ്തേ പറ്റൂ എന്ന് ചിലപ്പോൾ എൻ്റെ ഉമ്മ പോലും ഇപ്പൊ അത് ഓർക്കുന്നുണ്ടാവില്ല. പക്ഷെ അയാളുടെ മുമ്പിൽ നിന്നിട്ട് എൻ്റെ ഉമ്മ കരഞ്ഞു. എനിക്ക് എൻ്റെ കുട്ടി എവിടെയെങ്കിലും എത്തി കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. അത് കഴിഞ്ഞു ഒരു വർഷം നമ്മൾ കമ്പ്യൂട്ടർ സെന്റർ വളരെ മനോഹരമായിട്ട് ഏകദേശം കൊണ്ടുനടന്നു. MTTC കോഴ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ കൊണ്ടുനടന്നു. അങ്ങനെ നമ്മുടെ രജിസ്ട്രേഷൻ അഫിലിയേഷൻ പുതുക്കേണ്ട ഒരു സാഹചര്യം വന്നു. ആ ഒരു സാഹചര്യം വന്നപ്പോൾ അതുവരെ പറയാതിരുന്ന കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു. അതായത് അവർ കുറച്ചും കൂടെ വലിയൊരു സ്പേസ് വേണം, കുറച്ചും കൂടെ സിസ്റ്റം വേണം, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ നിലവിൽ വാങ്ങിയിട്ടുള്ള കടങ്ങൾ തീർക്കുന്ന സ്ട്രഗിളിലായിരുന്നു ഈ ഒരു വർഷത്തെ നമ്മുടെ കമ്പ്യൂട്ടർ സെന്ററിന്റെ ജേർണി എന്ന് പറയുന്നത്. എന്നിട്ട് അത് മുഴുക്ക തീർന്നിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ഇടയിൽ വീണ്ടും കുറെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് പോസിബിൾ ആയിരുന്നില്ല. അങ്ങനെ അത് അടച്ചു പൂട്ടേണ്ടി വന്നു. എഗെയിൻ അവിടെ വീണ്ടും നമുക്കൊരു വലിയ ഫെയിലിയർ സംഭവിച്ചു. പിന്നെ എനിക്ക് ഹസ്ബൻഡിന്റെ വീട്ടില് ഒരു ജോലിയും ചെയ്യാണ്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു മാതിരി എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ അടുത്തൊരു സാധനം തിരഞ്ഞെടുത്ത എൻ്റെ മോന് ചെറുതാട്ടോ, ഞാൻ ഈ കമ്പ്യൂട്ടർ സെന്റർ നടത്തുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് താഴെ ഷീറ്റ് വിരിച്ചിട്ട് ടർക്കി വിരിച്ചിട്ട് മോനെ അവിടെ കൊണ്ടുപോയി കടത്തേക്കാണ് ചെയ്തിരുന്നുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഈസി കുക്ക് എന്ന് പറയും. അവിടെ നമ്മളെ മാനേജറായിട്ട് പോസ്റ്റ് ഒക്കെ മാനേജറാണ്, പക്ഷെ നമ്മൾ ഈ ലൈനിൽ ഇങ്ങനെ നടന്ന് ഈ ഒരു ഇലക്ട്രിക് അടുപ്പിനെ കുറിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം, കണ്ടോ തല്ലിയ പൊട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ആൾക്കാരെ ക്യാൻവാസ് ചെയ്യണം. അപ്പോൾ അതിങ്ങനെ ക്യാൻവാസ് ചെയ്ത് വെയിലത്ത് ഇങ്ങനെ കുറെ നടക്കും. അതിന്റെ ഇടയിൽ കിട്ടുന്ന ഗ്യാപ്പിൽ വരും, മോന് പാല് കൊടുക്കും, അവനെ കിടത്തി ഉറക്കും, എന്നിട്ട് വീണ്ടും പോവും. അങ്ങനെ കുറച്ച് കാലം അതിൽ പോയി. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന പോലെ ഏർണിങ്സ് ഭയങ്കര പ്രശ്നമായിരുന്നു. കൂടി പോയി കഴിഞ്ഞാൽ 3000-4000 ഉണ്ടാക്കും. അപ്പോൾ ഈ 3000-4000 ജോലിക്ക് പോകുന്നതിനോട് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് യാതൊരു താല്പര്യവും ആർക്കും ഉണ്ടായിരുന്നില്ല. അപ്പം
ഇത്രയും പഠിച്ചിട്ട് ഇതാണോ, ഇതിന് വേണ്ടിയിട്ടാണോ നീ ജോലിക്ക് പോണേ? ഇവിടെ കടയിൽ പോകുന്ന ആൾക്കാർക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു ടോക്കാണ് എല്ലായിടത്തുനിന്നും വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് എങ്ങനെയൊക്കെയോ ആണ് അതിൻ്റെ ഇടയിൽ കൂടെ ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തെടുത്തത്. ബികോം ഞാൻ കംപ്ലീറ്റ് ചെയ്തു, അൽഹംദുലില്ലാ. അത്യാവശ്യം നല്ല മാർക്കോട് കൂടെ തന്നെ പാസ്സാവുകയും ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഒരു സ്ഥാപനത്തിൽ എഡിറ്ററായിട്ട്. ഒരു ഒരു ന്യൂസ് ചാനൽ ACV എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനലിൽ എഡിറ്ററായിട്ട്, പ്രോഗ്രാം എഡിറ്ററായിട്ട് നമ്മൾ വർക്ക് ചെയ്തു. അതും ഈ പറയുന്നത് പോലെ ഞാൻ എൻ്റെ മോനെ കൊണ്ടുപോയി താഴെ ഡേ കെയറിലാക്കി അവിടെ നിന്ന് പിക്ക് ചെയ്ത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോട്ട് കൊണ്ടുവന്ന് അവിടെ നിന്ന് നമ്മൾ ന്യൂസ് അല്ലേ ഇപ്പൊ ന്യൂസ് 8 മണിക്കൊക്കെ പോകേണ്ട ന്യൂസിന് ഇപ്പോൾ നമ്മുടെ സീനിയർ എഡിറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കയറി നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ 10 മണിക്കും 11 മണിക്കൊക്കെയാണ് എല്ലാം തീർത്ത് വെച്ചിട്ട് വീട്ടിലോട്ട് എത്തുക. അപ്പോൾ ഈ ലേറ്റ് നൈറ്റിൽ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട്, അത് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവർ നമ്മൾ കൊണ്ടാക്കി തരും, ചേച്ചിമാർ നമ്മുടെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും ലേറ്റ് നൈറ്റിൽ വീട്ടിലോട്ട് കയറി പോകുന്നതും നമ്മളൊരു തറവാട്ടിൽ നിൽക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആ ജോബ് കിറ്റ് ചെയ്തു. എന്താ പറയാ, എവിടെ കേറുന്നിടത്തുനിന്നൊക്കെ പോകുന്ന പോലെ തന്നെ ഇറങ്ങേണ്ടി വരും അറിയില്ല. പിന്നെ ഞാനൊരു അക്കൗണ്ടന്റ് ആയിട്ട് കയറി ഒരു സ്ഥാപനത്തില്. അപ്പോൾ അത് മറ്റേ മാങ്കുറിശ്ശിയിലായിരുന്നു കേട്ടോ. അവിടെ അക്കൗണ്ടന്റ് ആയിട്ട് കയറിയിട്ട് നിൽക്കുന്ന സമയത്താണ് മീക്കുട്ടീനെ പ്രഗ്നന്റ് ആവണമെന്ന്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങേണ്ടി വന്നു. അതിൻ്റെ ഇടയിൽ കോവിഡ് ടൈം വന്നു. അതിന് മുന്നായിട്ട് എന്താ പറയാ, ഹസ്ബൻഡിന് ഒരു ആക്സിഡന്റ് പറ്റി. വീണ്ടും നമ്മൾ ടാറ്റ മോട്ടോഴ്സിൽ ജോലി കയറി. അവിടെ നിന്നും എനിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നമായിട്ട് ഇറങ്ങേണ്ടി വന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ എൻ്റെ മോളുടെ ഡെലിവറി ഞാൻ കഴിഞ്ഞ സമയത്ത്, മോള് ചെറിയ കുട്ടിയാണല്ലോ, അതിന്റെ ഇടയിൽ എൻ്റെ ഉമ്മാന്റെ കൈ ആദ്യം ഒടിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് കാലൊടിഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഉമ്മ ഒന്ന് വീണിട്ട് കൈയും കാലും ഒടിഞ്ഞു. അപ്പൊ എനിക്ക് എൻ്റെ ഉമ്മാനെയും മോളെയും ഒരേപോലെ തന്നെ, അതായത് മോളെ ആദ്യം കുളിപ്പിച്ചിരുത്തും, പിന്നെ ഉമ്മാനെ കുളിപ്പിക്കും, അങ്ങനെ ഒരേപോലെ തന്നെയായിരുന്നു. അപ്പൊ ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ. അപ്പോൾ എൻ്റെ ഉമ്മാന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ ഉമ്മാനെ നോക്കാൻ ആൾക്കാർ ഇങ്ങനെ ക്യൂ ആണ് കേട്ടോ. നമ്മളെപ്പോഴും പറയില്ല, എൻ്റെ 2 താത്തമാരായിക്കോട്ടെ, ആങ്ങളായിക്കോട്ടെ, എല്ലാവർക്കും ഉമ്മാനെ ടേക്ക് കെയർ ചെയ്യാനൊക്കെ എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ സ്റ്റിൽ ഞാൻ എൻ്റെ ഉമ്മാന്റെ മോളാണല്ലോ. അപ്പോൾ എനിക്ക് കുറെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. എൻ്റെ ഉമ്മാനത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എവിടെ വേണേലും പോയിക്കോളൂ, പക്ഷെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു വയ്യായികെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണിട്ടുള്ളൂ. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ ഉമ്മാനെ ഞാൻ നോക്കണം. എന്താ പറയാ, കുറേ ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ മക്കളെ മാത്രം ആലോചിച്ച് ലോകത്ത് ഒരു പെണ്ണും സഹിക്കാത്ത അത്രയും സഹിച്ച് വന്നിട്ടുണ്ട് എൻ്റെ ഉമ്മ. പക്ഷെ ഒരിക്കൽ പോലും ഇപ്പൊ എൻ്റെ അടുത്ത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പ വേറൊരു കല്യാണം കഴിച്ചിട്ട് പോലും ഉപ്പാനോട് ദേഷ്യം തോന്നിയിട്ടില്ല ഐഷാക്ക് എന്നുള്ളത്. തോന്നാനുള്ള ഒരു അവസരം ഉമ്മ ഉണ്ടാക്കി തന്നിട്ടില്ല കേട്ടോ. കാരണം ഞാൻ വളർന്ന് വലുതായ ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത്, അത് നമ്മളൊരു കല്യാണപ്രായമൊക്കെ എത്തുന്ന സമയത്താണ് എനിക്ക് മനസ്സിലാവുന്നത് ഉമ്മ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഉള്ളിൽ പ്രണയം കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് എനിക്ക് ആ ഫീൽ കിട്ടിയിട്ടുള്ളത്. ഉമ്മ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാവും, ഉമ്മ എത്രമാത്രം ഉപ്പാന്റെ അടുത്ത് ഇതൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ വരുന്നത് ആ സമയത്താണ്. പക്ഷെ ആ ഒരു കാലം വരെയും എൻ്റെ ഉപ്പാനെ കുറിച്ച് എൻ്റെ ഉമ്മ ഒരു വാക്കുപോലും ഞങ്ങളുടെ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞു തരാത്തത് കൊണ്ടാണ് പകരം ഉപ്പാടെ പോസിറ്റീവ്സ് മാത്രമേ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നിട്ടുള്ളൂ. ഇപ്പൊ എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ പറയാറുണ്ട് ഞാൻ ഭയങ്കര നല്ലൊരു ഭാര്യയാണെന്ന്. ഇത്തിരിയെങ്കിലും നല്ലൊരു ഭാര്യയായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, എൻ്റെ ബഷീർ എൻ്റെ അടുത്ത് ഇത്രമാത്രം സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടെങ്കിൽ, അത് കുറേ എൻ്റെ ഉമ്മയുടെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യമാണ്. കാരണം അത്രയും എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പാനെ സ്നേഹിച്ചിട്ടുണ്ട്, അത്രയും. അപ്പോൾ അത്രയും സ്നേഹമുള്ള എൻ്റെ ഉമ്മ സ്നേഹിച്ചത് കൊണ്ടാണ് എനിക്ക് എൻ്റെ ബഷീറിനെ എത്രമാത്രം സ്നേഹിക്കാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്രയും ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു എൻ്റെ ഉമ്മ അനുഭവിച്ച് തീർത്തത്. അൽഹംദുലില്ലാ. സ്റ്റിൽ എന്നിട്ട് ആ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫിൽ നിന്ന് കുറേ നല്ല നല്ല മൊമെന്റ്സ് മാത്രം എടുത്ത് വെച്ചിട്ട് ഇപ്പോഴും ആ നല്ല നല്ല മൊമെന്റ്സ് ആണ് എൻ്റെ ഉമ്മ ഷെയർ ചെയ്യുള്ളൂ. അല്ലാണ്ട് ഒരു നെഗറ്റീവ്സും അതിൽ കൊണ്ടുവന്ന് വെക്കില്ല. ഒന്നാമത്തെ കാര്യം, എൻ്റെ ഉപ്പ ഒരു പൊട്ടയല്ല കേട്ടോ, ഒരു ചീത്ത മോശം മനുഷ്യനല്ല. ആളുടേതായിട്ടുള്ള കുറെ നിഷ്കളങ്കതകളെ മറ്റുള്ള ആൾക്കാർ കുറെ ഉപയോഗിച്ചിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഉമ്മാക്ക് വയ്യാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഞാനായിക്കോട്ടെ എൻ്റെ സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അവര് അളിയന്മാരുടെ അടുത്ത് ചോദിക്കണം. ഇപ്പൊ എനിക്കാണെങ്കിൽ എൻ്റെ ബഷീർ അടുത്ത് ഞാൻ ചോദിക്കണം. എൻ്റെ ബഷീർ കടം വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ അളിയൻ പെട്ടെന്ന് റോൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ താത്ത എന്തെങ്കിലുമൊക്കെ ആരെത്തെങ്കിലുമൊക്കെ പറഞ്ഞ അളിയൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് സംഘടിപ്പിച്ചിട്ട്, അങ്ങനെയൊക്കെയാണ് ഉമ്മാക്കൊരു അസുഖമൊക്കെ എന്തെങ്കിലും വരുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടി വരുന്നത്. അപ്പൊ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ, എനിക്ക് അന്ന് കിടക്കുന്ന ഒരു സ്പാർക്കാണ് അവിടെ. എൻ്റെ ഉമ്മാക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്ത് എനിക്ക് വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. എൻ്റെ ക്യാഷും കൊണ്ട് എനിക്ക് വേറെ ഒന്നും അങ്ങനെ നേടണം എന്നില്ല. എനിക്ക് വലിയ വീട് വെക്കണം, അല്ലെങ്കിൽ വലിയ വലിയ ആഡംബരങ്ങൾ കൊണ്ടുവരണം, അതിനേക്കാളൊക്കെ എൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് പ്രയോറിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഉമ്മാക്ക് ഒരു വയ്യായിക വരുന്ന സമയത്ത് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഒരാളുടെ നിന്നും ബുദ്ധിമുട്ടിയിട്ട്, അതായത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഉമ്മാനെ നോക്കണം എന്നുള്ളത്, പക്ഷെ ഒരാളുടെ അടുത്തുനിന്നും അത് ആഗ്രഹം കൊണ്ട് നോക്കുന്നതല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ട് എൻ്റെ ഉമ്മാനക്ക് വേണ്ടി ഒരാളുടെയും കൊണ്ട് ഒരു കാര്യം സ്പെൻഡ് ചെയ്യിപ്പിക്കരുത്. എൻ്റെ ഉമ്മാനെ എനിക്ക് പൊന്നുപോലെ നോക്കാനായിട്ട് പറ്റണം. നമ്മളിങ്ങനെ പറയില്ലേ, ഒരു നേരം ഒരു ചെറിയ പനിയാണെങ്കിൽ പോലും എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് എനിക്ക് മാറാതെ എൻ്റെ ഉമ്മാനെ നോക്കാനായിട്ട് പറ്റണം. അങ്ങനെ കുറേ
കുറെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കുന്നുകൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതിലോട്ട് ഞാൻ എത്തിപ്പെട്ടേ പറ്റുള്ളൂ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. കാരണം എന്റെ കുഞ്ഞ് ചെറുത്, ഉമ്മാക്ക് വയ്യാതെ ആവണ്. അപ്പൊ ബഷീറിന്റെ അടുത്ത് ഞാൻ ഹെൽപ്പ് ചോദിക്കുന്നത്. ബഷീർ ആണെങ്കിൽ ഓൾറെഡി ഹോസ്പിറ്റൽ കേസിന്റെ നടുക്കറ്റം നിൽക്കുന്നതിന്റെ ഇടയിൽ കൂടെ അവൻ പോയിട്ട് കടം വാങ്ങിച്ചിട്ട് വരുന്നു. തികയാത്ത പൈസ താത്ത കരിയങ്കോട്ടുന്ന് കൊണ്ടുവന്ന് തരുന്നു. അങ്ങനെ എന്താ പറയാ, മരുമക്കൾക്കൊക്കെ എൻ്റെ ഉമ്മ എന്താ പറയാ, അമ്മായിയമ്മയല്ല, എല്ലാവരും മക്കളായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ സ്റ്റിൽ കുറെ നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ സാമ്പത്തികമായിട്ട് അത്രമാത്രം ബുദ്ധിമുട്ടിലായിട്ട് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് എൻ്റെ ലൈഫിന്, ഞാൻ പറഞ്ഞതിനെ വീണ്ടും പറയുന്നുണ്ടല്ല, എമോഷണലി വീക്കായി എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ലൈഫിനെ എനിക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയും വീണിട്ടും എനിക്ക് അവിടെ വീണ് കടക്കാനായിട്ട് പറ്റൂല, എനിക്ക് എണീറ്റേ പറ്റുള്ളൂ. ഒന്നാമത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ വീക്ക്. ഈ ഒരു വീക്കായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയിൽ എനിക്ക് എൻ്റെ ഉമ്മാനെ എങ്ങനെ ഹാപ്പി ആക്കാനായിട്ട് പറ്റും? ഒരിക്കലും എനിക്ക് ഒരു ചോയ്സും അപ്പുറത്ത് കടക്കാത്തൊരു സാഹചര്യം, ലക്ഷങ്ങളെ ബാധ്യത ഇപ്പുറത്ത്. അപ്പം ഉമ്മയുടെ സന്തോഷം എനിക്ക് കാണണം. എൻ്റെ ഉമ്മ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ എനിക്ക് പ്രൈസ് ടാഗ് നോക്കാതെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റണം. അതൊക്കെ ഭയങ്കര എൻ്റെ കുറേ ആഗ്രഹങ്ങൾ. ഉമ്മാക്കൊരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഷ്ടപ്പെട്ടോ അത് എടുത്തോളൻ, അതിന്റെ വില നോക്കണ്ട. ഉമ്മാക്കൊരു ചെരുപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടോ അത് എടുത്തോ, അതിന്റെ വില നോക്കണ്ട എന്ന് പറയാൻ എനിക്ക് പറ്റണം. അതൊക്കെ എൻ്റെ വളരെ വലിയ ഡ്രീമുകളിൽ ഒന്നാണ് കേട്ടോ. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് എൻ്റെ ഉമ്മാനത്ത് ചോദിക്കാറുണ്ട് എന്തെങ്കിലും വേണമെന്ന്. പക്ഷെ ഉമ്മ ഒന്നും വേണമെന്ന് പറയാറില്ല. പക്ഷെ കുഞ്ഞു കുട്ടികളുടെ അടുത്ത് പറയുന്ന പോലെ എൻ്റെ മൊബൈൽ കേടുവന്നു, എൻ്റെ ഫോണിൽ ചാർജ് കഴിഞ്ഞു, എൻ്റെ ഫോണിൽ ബാറ്ററി എന്താ പറയാ മറ്റേ റീചാർജ് കഴിഞ്ഞു, എന്റെ മോളൊക്കെ നമ്മുടെ അടുത്ത് പറയില്ല അതേപോലെ. അല്ലെങ്കിൽ ഈ ചെരുപ്പ് കാണാൻ എന്താ ഇവിടെ കോർണുണ്ട് അല്ലെ, അപ്പൊ ചെരുപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഉമ്മ അങ്ങനെ പറയും, ഈ ചെരുപ്പ് ഇവിടെ കോർണ പോലെ ഉണ്ട് കേട്ടോ പിന്നെ, അങ്ങനെ പറയാം. അല്ലെങ്കിൽ പറയും അതെ എന്റെ ഫോണിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ ഫോൺ റീചാർജ് ചെയ്തോട്ടോ. അങ്ങനെ അങ്ങനെ ഓരോന്നാണ് ഉമ്മ പറയാം. അൽഹംദുലില്ലാ ഇപ്പൊ എനിക്ക് കുറച്ചെങ്കിലും ആ ഒരു ഹാപ്പിനെസ് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ച ഒരു അവസ്ഥയിൽ എൻ്റെ ഉമ്മാനെ എനിക്കിപ്പോ അത്രമാത്രം കൊണ്ടെത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത്തിരിയെങ്കിലും പറ്റുന്നുണ്ട്. ഈവൻ ഒരു മൊബൈൽ വാങ്ങിച്ചെടുക്കുമ്പോ ഇത്രയും വലിയ മൊബൈലൊക്കെ മേടിച്ചു തരുന്നതൊക്കെ ശരി കേട്ടോ, എന്നെ റീചാർജ് ചെയ്ത് തരണം. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ ഉമ്മ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൽ വല്ലാത്തൊരു സന്തോഷം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അതാണ്. നമ്മൾ ആരും ഒരിക്കലും വീഴാതെ, പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് തരാൻ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും മുന്നോട്ട് പോകാനായിട്ട് പറ്റും. പക്ഷെ എന്റെ കാര്യത്തിൽ എനിക്ക് ആ ഒരു സപ്പോർട്ട് എവിടുന്നും ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പൊ ഞാൻ എന്തെങ്കിലും അഡീഷണൽ പഠിക്കുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ ഡിഗ്രി ഞാൻ പഠിച്ചത് മൊത്തം ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പേയ്മെന്റ് ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ എന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തെടുത്തത്. കാരണം എനിക്ക് ഒരു നിവൃത്തിയില്ല, ഞാൻ തന്നെ പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഞാനത് കംപ്ലീറ്റ് ചെയ്തെടുത്തത് അങ്ങനെയായിരുന്നു. എന്റെ കമ്പ്യൂട്ടർ കോഴ്സ് പക്ഷേ അൽഹംദുലില്ലാ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഇത്രയേറെ പഠിച്ചിട്ടുള്ള മുഴുവൻ കോഴ്സുകളും ഞാൻ പഠിച്ചതാണ്. ഞാൻ പഠിച്ച്, അതായത് ഞാൻ ഫിനാൻഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ പഠിച്ച ഒരു കാര്യമാണ്. കാരണം അതൊരിക്കലും എൻ്റെ ഹസ്ബൻഡിന്റെ പോരായ്മ അല്ലെങ്കിൽ വീട്ടുകാരുടെ സപ്പോർട്ട് അങ്ങനെയൊന്നുമല്ല കേട്ടോ. ആരെയും നിവൃത്തിയില്ല, എന്നെ പഠിപ്പിക്കലും കൂടെ അവർക്ക് ഏറ്റെടുക്കുക എന്ന് പറയുന്ന ഒരു നിവൃത്തിയില്ല. പക്ഷെ ആർക്കും നിവൃത്തിയില്ല, അതുകൊണ്ട് ഞാൻ പഠിക്കുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം എനിക്ക് നേടാൻ പറ്റൂല. അപ്പൊ എനിക്ക് ഞാൻ ജോലി ചെയ്യണം, അതിന്റെ കൂടെ ഞാനൊരു സൈഡ് എന്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരണം. ഇപ്പോഴും ഞാൻ അതുകൊണ്ടാണ് പഠിക്കുന്നത് കേട്ടോ. ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഇത്രയൊക്കെ ആയില്ലേ ഇനി വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. സ്റ്റിൽ എൻ്റെ ഒരു മനസ്സിന്റെ എൻ്റെ ഒരു ചിന്ത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മരിക്കുന്നവരെ എനിക്ക് ബുദ്ധിയുള്ള കാലത്തോളം, എനിക്ക് ഓർമ്മയുള്ള കാലത്തോളം എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്നാണ്. കാരണം അത് മാത്രമേ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ അറിവ് നമ്മൾ എത്രത്തോളം കൂട്ടുന്നോ അത്രത്തോളാണ് നമ്മുടെ ചിന്തകൾ വളരുള്ളൂ, അത്രത്തോളാണ് നമ്മുടെ ബുദ്ധി ഡെവലപ്പ് ആവുള്ളൂ, അത്രത്തോളാണ് നമ്മുടെ കോൺഫിഡൻസ് കൂടുള്ളൂ. എൻ്റെ അടുത്ത് ഇന്നലെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വുമന്റെ എംപവർമെന്റിന് എന്താണ് ഐഷുത്താക്ക് കൊടുക്കാൻ പറ്റുന്ന സജഷൻ എന്നുള്ളത്. ഇത് മാത്രമേ എനിക്ക് സജഷൻ ആയിട്ട് തരാനുള്ളൂ. നിങ്ങളുടെ സെൽഫ് നിങ്ങൾ ഡെവലപ്പ് ആവുക. നിങ്ങൾ കംഫർട്ട് സോൺ ആണ് ഇപ്പൊ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ എൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകുക. നിങ്ങൾ ജോലി ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, നിങ്ങൾ ഏൺ ചെയ്യണം എന്ന് പറയില്ല. കാരണം നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ പൈസ അവിടെ ഒരു വിഷയമുള്ള കാര്യമേ അല്ല. പക്ഷേ നിങ്ങളുടെ സെൽഫ് നിങ്ങൾ ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക കേട്ടോ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ സെൽഫ് ഡെവലപ്മെന്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസമാണ്. അത് എങ്ങനെയാണെങ്കിലും നിങ്ങൾ പഠിച്ചുണ്ടാക്കി എടുക്കുക. അപ്പോൾ ഒരു തവണ വീഴും, ഒരു തവണ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യത്തിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ തോൽക്കും, പൊട്ടി പാളീസാവും, ഇനി എന്നെയും കൊണ്ട് പറ്റില്ല എന്ന് കരുതും. ചുറ്റുപുറം നിന്ന് ആൾക്കാർ കുറ്റപ്പെടുത്തും, നിന്നെ ഇത്രയും പഠിപ്പിച്ചത് വേസ്റ്റ് ആയി, അല്ലെങ്കിൽ നീ ഇത്രയും പഠിച്ചിട്ട് എന്താ ഉണ്ടാക്കിയത്, നിനക്ക് ഇത്ര എന്തെന്ത് ചെയ്താലും അവസാനം പൈസ പോണ പരിപാടിയാണല്ലോ, ചുറ്റുപുറം നിന്ന് ആൾക്കാർ കുത്തി നോവിക്കും. പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ അവിടെ തന്നെ വീണ് കിടക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിജയത്തിന്റെ സുഖം ആസ്വദിക്കില്ല. ആ വീണെടുത്ത് നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾ തന്നെ അച്ചീവ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേടാനായിട്ട് പറ്റുള്ളൂ. എന്തൊക്കെയോ പറഞ്ഞ എവിടേക്കൊക്കെയോ എത്തി. എന്തായാലും ഇൻഷാ അള്ളാ ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കണം കേട്ടോ. കാരണം എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾ
ഇപ്പോഴത്തെ സ്റ്റെക്ക് നിങ്ങൾ നോക്കണ്ട, അവിടെ നിന്ന് നിങ്ങൾ കയറി പോരാൻ ശ്രമിക്കുക. യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. ബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.